ഹലോ ഗൈസ്, ഇറ്റ്സ് മീ SPR. അപ്പൊ നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ട പോലെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് DJI Osmo Action 6ന്റെ അൺബോക്സിംഗ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആക്ഷൻ ക്യാമറയാണ്. അപ്പം ഇതിന്റെ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ മേടിച്ചതല്ല കേട്ടോ, എന്റെ ഫ്രണ്ട് മേടിച്ചാന്ന് അവന്റെ അടുത്ത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ചോദിച്ച് അൺബോക്സ് ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് ബോക്സ്. ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഇത് അഡ്വഞ്ചർ കോംബോ ആണ് കേട്ടോ. ഇതിൽ കുറച്ച് ആക്സസറീസുകൾ ഉണ്ട്. അത് ആവശ്യമുള്ള ആക്സസറീസുകളാണ്. ഞാൻ എന്തുകൊണ്ടാണ് അഡ്വഞ്ചർ കോംബോ മേടിക്കാൻ എല്ലാവരും സജസ്റ്റ് ചെയ്തതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ ഒരു ലെങ്തി ബോക്സ് ആണ് വരുന്നത്. ഇതാണ് അഡ്വഞ്ചർ കോംബോ DJI Action 6ന്റെ ബോക്സ്. ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഫീച്ചേഴ്സുകൾ വായിക്കാം. ഇതിന്റെ ബാക്കിൽ ഫീച്ചേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. CMOS സെൻസർ ആണ്. 1x1.1 ഇഞ്ചിന്റെ CMOS സെൻസർ ആണ്. അതായത് എനിക്കൊന്ന് ഇപ്പോൾ ഉള്ള ആക്ഷൻ ക്യാമറകളിൽ വെച്ചിട്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് സെൻസർ ആണ് ഇതിലുള്ളത്. കാരണം ബിഗ്ഗസ്റ്റ് സെൻസറിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചം, നല്ല വീഡിയോസ് ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേരിയബിൾ അപ്പർച്ചർ ആണ്. അതായത് f2.0 to f4.0 വരെ വേരിയബിൾ അപ്പർച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമൽ മോഡിൽ എടുക്കുന്നതാണെങ്കിൽ f2.8 to f4 വരെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ. ഈ f2 എന്ന് പറയുന്ന അപ്പർച്ചർ ഇതിലാണ് വരുമെന്ന് വെച്ചാൽ ഇതിലൊരു നൈറ്റ് മോഡ് ഉണ്ട്. അപ്പൊ ആ നൈറ്റ് മോഡ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി f2ലേക്ക് ഇത് സെറ്റ് ആവുന്നത്. കാരണം എന്ന് വെച്ചാൽ നൈറ്റ് മോഡ് ആയതുകൊണ്ട് കൂടുതൽ വെളിച്ചം ക്യാമറയിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് നൈറ്റ് മോഡിലാണ് f2 എന്ന് പറയുന്ന അപ്പർച്ചർ സെറ്റ് ആവുക. നോർമൽ മോഡിൽ മിനിമം f2.8 to f4 എന്ന് പറയുന്ന അപ്പർച്ചറിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് 4 hours ഓഫ് ബാറ്ററി ലൈഫ് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കമ്പനി പറയുന്നതാണ്. അതിലൊരു ക്യാച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1080 പിക്സൽ 30 FPS ഇവർ ഈ ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ 4K 30 FPS അല്ലെങ്കിൽ 4K 60 FPS ഇത്ര പോലും നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ അഡ്വഞ്ചർ കോംബോ എടുക്കാൻ പറയുന്നത്. കാരണം ഈ അഡ്വഞ്ചർ കോംബോയിൽ 3 ബാറ്ററി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരു ബാറ്ററി എന്ന് പറയുന്നത് 3 മണിക്കൂർ എല്ലാം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഈ 4 മണിക്കൂറൊന്നും കിട്ടണമെന്നില്ല. നമ്മൾ 4K 60 FPS ഒരു 2-2.5 മണിക്കൂറിൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു പുറത്ത് പോയിട്ട് വല്ല വ്ളോഗ് എടുക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ പോയി ചാർജ് ചെയ്യണം, എന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഒരു 3 ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞാൽ അടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റും. വേറെ ഒരു രീതിയിലെ ഫീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ DJIന്റെ മൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൽ ഓട്ടോ കണക്ട് ആവും. അത് DJIന്റെ ഒരു എക്കോ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ഇതിൽ DJIന്റെ മൈക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടതില്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ആക്ഷൻ ക്യാമറയിൽ ഇത് കണക്ട് ആവുന്നതായിരിക്കും. പിന്നെ എല്ലാ ആക്ഷൻ ക്യാമറ കമ്പനികളും കണ്ടു പഠിക്കേണ്ട ഒരു സാധനമാണ്. ഇതിൽ ഇൻബിൽ 50 GB സ്റ്റോറേജ് ഉണ്ട്. അതായത് എന്റെ ഫ്രണ്ടിന്റെ മുമ്പത്തെ ഒരു GoPro എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ അത് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് സ്റ്റോറേജ് ഇല്ല, അതായത് മെമ്മറി കാർഡ് ഇട്ടില്ല എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് അറിയാലോ മെമ്മറി കാർഡിനെല്ലാം എന്തൊരു പൈസയാണ്. അപ്പം ഇതൊരു നല്ല ഫീച്ചറാണ്. കാരണം 50 GB ഇൻബിൽഡ് ഉണ്ട്. നിങ്ങൾക്ക് എക്സ്റ്റേണൽ സ്റ്റോറേജ് വേണ്ട, എക്സ്റ്റേണൽ മെമ്മറി വേണ്ട ഓപ്ഷനും ഉണ്ട്. പക്ഷേ ഇൻബിൽഡ് ആയിട്ട് 50 GB സ്റ്റോറേജ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ച് അത്യാവശ്യം കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ആവശ്യമില്ല, ഇത് തന്നെ മതി. പിന്നെ 20 മീറ്റർ വാട്ടർ പ്രൂഫ് ആണ് സാധനം. അതായത് നമുക്ക് ഇതിട്ടിട്ട് വെള്ളത്തുള്ള കുളത്തുള്ള മുങ്ങി നീന്ത എന്ത് വേണമെങ്കിലും ഇതിനെ കൊണ്ട് ചെയ്യാം. 20 മീറ്റർ വാട്ടർ പ്രൂഫ് ആണ് സാധനം. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബോക്സിൽ എന്തെല്ലാം ഉള്ളതെന്നുള്ളത് പറയാം. ഈ ബോക്സിൽ ആക്ഷൻ ക്യാമറ ഉണ്ട്, പിന്നെ 3 ബാറ്ററി ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കാരണം. ഈ അഡ്വഞ്ചർ കോംബോ എടുക്കാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ 3 ബാറ്ററി ഉണ്ട്. 3 ബാറ്ററി ചാർജ് ചെയ്യേണ്ട കേസ് ഉണ്ട്. പിന്നെ റോഡ് ഉണ്ട്, മറ്റേ സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്. സ്റ്റിക്കിന് നമ്മൾ ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്യേണ്ട സ്ക്രൂ ഉണ്ട്. പിന്നെ കേർവ്ഡ് അഡ്ഹസീവ് ബേസ് ഉണ്ട്. അതായത് നമുക്ക് സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചിട്ട് അതിൽ നമുക്ക് ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്യേണ്ട ആ ഒരു അഡ്ഹസീവ് ബേസ് ഉണ്ട്. പിന്നെ ഡുവൽ ഡയറക്ഷൻ നമ്മൾ ആ ടോക്ക് ചെയ്യേണ്ട ടോക്കിംഗ് സാധനം 2 ഉണ്ട് ഇതിൽ. ഇപ്പൊ എന്ന് വെച്ചാൽ അത് യൂണിവേഴ്സൽ ആക്കിയിട്ടുണ്ട് അവര്. പണ്ട് എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് ഡോക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ഡോക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നമുക്ക് തിരിച്ചിട്ടോ മറിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ ഡോക്ക് ചെയ്യാം. അത് 2 ഉണ്ട്. പിന്നെ USB Type-C കേബിൾ. അപ്പൊ ഇത്രയാണ് ഈ സാധനത്തിലുള്ളത്, ഈ ബോക്സിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്യാൻ കഴിയും. അപ്പം ഇതാണ് സാധനം. ഇവിടെ തുറക്കേണ്ടത്. ഓൾറെഡി ഫ്ലിപ്കാർട്ട് മാമൻ അൺബോക്സ് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ഇത് അൺബോക്സ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നിന്നാണ് സാധനം തുറക്കുക. അപ്പൊ തുറന്നാൽ ഇതിൽ 2 സെക്ഷൻ ആയിട്ടുള്ള ഗൈസ്, ആക്സസറീസും നമ്മളെ ആക്ഷൻ ക്യാമറയും. ഇതിൽ ആക്ഷൻ ക്യാമറ, ആക്സസറീസ്. അപ്പൊ നമുക്ക് ആദ്യം ആക്സസറീസ് നോക്കാം. ആക്ഷൻ ഇത് മാത്രമേ ഇല്ല ഇതിൽ. ആക്ഷൻ ക്യാമറ, ആക്സസറീസ്. ഇതാ ഗൈസ് റോഡ്. നല്ല അടിപൊളി ക്വാളിറ്റി റോഡാണ്. നല്ല മെറ്റലിന്റെ റോഡാണ്. അടിപൊളി സാധനമാണ്. അത് വേണമെങ്കിൽ നമുക്ക് പിള്ളേരെല്ലാം അടിക്കണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് അടിക്കാം. അപ്പൊ നല്ല 1.5 മീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും റോഡ്. അപ്പൊ നല്ലൊരു ക്വാളിറ്റി റോഡാണ്. ഇതാണ് ഈ ബോക്സിലുള്ളത്. ബോക്സിലുള്ള സാധനങ്ങളെല്ലാം കഴിഞ്ഞ് ഈ ബോക്സിൽ. അപ്പൊ നമുക്ക് ആദ്യം ആക്സസറീസ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പൊ ഇതിലാണ് ആക്സസറീസും കാര്യങ്ങളെല്ലാം വരുന്നത്.
ഇതാണ് ആക്സസറീസിൽ വരുന്ന ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ അതിശയം നമുക്ക് ഡോക്ക് ചെയ്യേണ്ട ഇത് നമ്മളിത് ആക്ഷൻ ക്യാമറേന്റെ ഇടയിൽ ഡോക്ക് ചെയ്ത് ഇതാണ് നമുക്ക് പിന്നെ നമുക്ക് ആ റോഡിലും കാര്യങ്ങളിലും വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അത് 2 ഉണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ അതിസീവ് കേവ് സാധനം. അത് നമുക്ക് ഡാഷ് ക്യാമറയിൽ വേണമെങ്കിൽ ഒട്ടിച്ചിട്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആക്ഷൻ ക്യാമറ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും, മൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത് ഒന്നുണ്ട്. പിന്നെ 2 സ്ക്രൂ ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം ഇട്ടിട്ട് നമുക്ക് സ്ക്രൂ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യേണ്ട സാധനം 2 സ്ക്രൂ ടൈറ്റ് സാധനം തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് മെയിൻ സാധനം, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. 3 ബാറ്ററി ഇതിൽ പ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതിൽ 2 ഒന്ന് ചിലപ്പോൾ ക്യാമറയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ഇതാണ് ബാറ്ററി ഉണ്ട്, ഇത് ബാറ്ററി കേസ്. പിന്നെ നമുക്ക് ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതായത് ഗ്രീൻ വന്നാൽ അത്യാവശ്യം നല്ല ചാർജ് ഉണ്ട്, യെല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു മീഡിയം ലെവൽ ചാർജ്, പിന്നെ എനിക്കൊന്നും ഒട്ടും ഇല്ലെങ്കിൽ റെഡ് ആയിട്ട് കത്തും. അപ്പം ഇതാണ് ബാറ്ററി കേസ്. നമുക്ക് ഇതിൽ ബാറ്ററി വെച്ച് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇതെല്ലാവരും ഈ സാധനം എടുക്കാൻ നോക്കും. അതാ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സാധനം. ഈ ബാറ്ററി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഡ്വഞ്ചർ കോംബോ സാധനം എടുക്കണം. പിന്നെ USB Type-C അതാണുള്ളത്. പിന്നെ കുറെ പേപ്പർ, യൂസർ മാനുവൽ കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പം ഇത്രയാണ് ആക്സസറീസ് ബോക്സിലുള്ളത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആക്സസറീസ് ബോക്സിലില്ല. അപ്പൊ നമ്മുടെ മെയിൻ സാധനം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓസ്മോ ആക്ഷൻ 6 നമുക്ക് അൺബോക്സ് ചെയ്യാൻ കഴിയും. നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ സാധനം DJI Osmo Action 6 സാധനം. നല്ല അടിപൊളി സാധനം, നല്ല ക്യൂട്ട് സാധനം. മുമ്പിലും ബാക്കിലുള്ള സ്ക്രീൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മുമ്പ് തന്നെ ഈ സ്റ്റിക്കർ ഞാൻ പറയാം ലെൻസിന്റെ. വാവ് അടിപൊളി നല്ല അടിപൊളി സാധനം. അപ്പൊ ഞാനിത് ഓണാക്കിയിട്ട് സാധനം എല്ലാം സെറ്റാക്കി ഞാൻ തരാം. അപ്പൊ ഗൈസ് ഞാൻ ഇതില് ബാറ്ററി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൽ ബാറ്ററി ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇത് 1950 mAh ബാറ്ററി ആണ് ഉള്ളത്. അപ്പം ബാറ്ററി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓണാക്കാം ഗൈസ്. നിങ്ങളുടെ മുമ്പ് തന്നെ ഞാൻ ഇത് ഓണാക്കാം. ഗൈസ് സാധനം ഓണായിട്ടുണ്ട്. ഇതാണ് അപ്പം നമ്മളെ DJI Osmo Action 6 ക്യാമറ. നല്ല അടിപൊളി ക്യാമറയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ സെൽഫി വ്ലോഗ് എടുക്കുന്ന സെൽഫി വ്ലോഗ് എടുക്കുന്നതിലാണ് ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് മുമ്പിലൊരു സ്ക്രീൻ കൊടുത്തില്ല. നമുക്ക് നമ്മളെ തന്നെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ എങ്ങനെയാണ് വീഡിയോയിൽ കാണുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ബാക്കിൽ നല്ല സ്ക്രീൻ ഉണ്ട്, ടച്ച് സ്ക്രീൻ ആണ്. നല്ല അടിപൊളി റെസ്പോൺസീവ് ടച്ച് സ്ക്രീൻ ആണ്. ഇതിപ്പം നമുക്ക് വേറൊരു ആക്സസറിയും കൂടി ഉണ്ട്. ഇതിന് മാക്രോ ലെൻസ് കൂടി ഉണ്ട്. കാരണം ഇതിപ്പം ഒരു ആക്ഷൻ ക്യാമറയാണ്. നമുക്ക് അടുത്തുള്ള സാധനങ്ങളൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ഈ ആക്ഷൻ ക്യാമറയുടെ മാക്രോ ലെൻസ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടാൻ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പുറത്തുനിന്ന് വരുത്തിക്കണം. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ്. അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് വെള്ളത്തിലേക്ക് തുള്ളിയിട്ട് അയ്യോ എന്റെ ക്യാമറ പോയെന്ന് പറഞ്ഞാൽ DJI കൈമലർത്തും. കാരണം ഈ സാധനം ഊരിയിട്ടാണ് ആ മാക്രോ ലെൻസ് ഇടുന്നത്. അപ്പം അത് മേണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും. കാരണം മൈക്രോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള കാര്യങ്ങളിലും കുറച്ച് ഫോക്കസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്ന് വെച്ചാൽ അടുത്തുള്ള കാര്യങ്ങൾ ഇതിൽ ഫോക്കസ് ആവുന്നില്ല. അതൊരു ശരിക്കും ഒരു ആക്ഷൻ ക്യാമറയാണ്. കാരണം ആക്ഷൻ ക്യാമറ നമ്മൾ വൈഡ് ഷോട്ടുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ആക്ഷൻ ക്യാമറ എടുക്കുന്നത്. അപ്പം ഇതാണ് സാധനം. ഇതിൽ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇതിലുള്ള സ്ക്വയർ സെൻസർ ആണ്. അതായത് നമ്മൾക്ക് ഇപ്പൊ ഒരു പോർട്രേറ്റ് വീഡിയോ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് നമുക്ക് പോർട്രേറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റും. ഇതിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്കൊരു കസ്റ്റം ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് സ്ക്വയർ വീഡിയോ എടുത്തിട്ട് നമുക്ക് വേണ്ട ആസ്പെക്ട് റേഷ്യോയിൽ നമുക്കത് ക്രോപ്പ് ചെയ്യാനും വേണ്ടി പറ്റും. ഇപ്പൊ നമുക്ക് 9:16 വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അത് ലാൻഡ്സ്കേപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രോപ്പ് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു ഫീച്ചറും കൂടി ഉണ്ട്. അങ്ങനെ നല്ല കുറെ ഫീച്ചേഴ്സ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഈ ഒരു സാധനം നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മൊബൈലിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന വ്യൂ എല്ലാം എങ്ങനെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒറ്റയ്ക്കേ ഇല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്ത് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് മൊബൈലിൽ നമുക്ക് വീഡിയോ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാ ഇതിലുള്ള അധിക സെറ്റിങ്സ് നമുക്ക് ഫോണിൽ നിന്ന് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നല്ലൊരു റെസ്പോൺസീവ് നല്ലൊരു ടച്ച് സ്ക്രീൻ കുറെ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പൊ ഞാൻ താഴത്തുനിന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റും. 1080 പിക്സൽ, 2.7K പിക്സൽ, 4K റെസൊല്യൂഷൻ. പിന്നെ ഇത് കണ്ടേ താഴത്തുള്ളത് FPS-കളാണ്. 30 FPS, 50 FPS, 60 FPS അങ്ങനെ റെസൊല്യൂഷൻ FPS ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഈ വൈഡ് നമുക്ക് നാച്ചുറൽ വൈഡ്, സ്റ്റാൻഡേർഡ് അങ്ങനെ കുറെ വൈഡിന്റെ ഓപ്ഷൻസുകൾ ഉണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇപ്പൊ ഈ നടുക്കുള്ള സാധനം നമ്മൾ നിൽക്കാൻ ഇതിൽ കാണുന്നില്ലേ, ഏത് എക്സ്പെക്ടേഷൻ വേണ്ടത്. ഇപ്പം ലാൻഡ്സ്കേപ്പ് ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, ഡീഫോൾട്ട് ഉണ്ട്, കസ്റ്റം. ഈ കസ്റ്റമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ കാണുന്ന ഈ ഒരു സംഭവം, ഇത് സ്ക്വയർ സെൻസർ. അതായത് സ്ക്വയർ ഫുൾ സെൻസറിന്റെ ഫുൾ എക്സ്പെക്ടേഷനിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഫുൾ വൈഡ് വ്യൂ കിട്ടും. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 9:16 ക്രോപ്പ് ചെയ്യാം. നമുക്ക് ലാൻഡ്സ്കേപ്പ് വേണം അങ്ങനെ ക്രോപ്പ് ചെയ്യാം. ഇതിനല്ല നിങ്ങൾക്ക് പോർട്രേറ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പം
ഈ മൂന്ന് വലിച്ച് ഇടഞ്ഞൊക്കെ കഴിഞ്ഞാൽ ഇത് പോർട്രേറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ റീൽസ് ആയിട്ടുള്ള എടുക്കുന്ന ഒരാളാണ്, നമുക്ക് ഇങ്ങനെ തന്നെ പിടിച്ച് റീൽസ് എടുക്കാം. അല്ലാണ്ട് ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ പിടിച്ച് നമുക്ക് റീൽസ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിലുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി സൂംഡ് വീഡിയോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി വൈഡ് അല്ലാണ്ട് കുറച്ചും കൂടി നിയർ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് ബോട്ടത്തിൽ ഒരു 1x എന്ന് പറയുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അത് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x കിട്ടും. അതായത് നമുക്ക് കുറച്ചും കൂടി സൂംഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2x വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് ടൈമിൽ നമുക്കിത് 1x 2x ആക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഏതൊരു വേണമെന്ന് ആദ്യം തീരുമാനിച്ചിട്ട് വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് നല്ലൊരു ഫീച്ചറാണ്. കാരണം കുറച്ച് നമുക്കൊരു വീഡിയോ, ഒരു നോർമൽ വീഡിയോ വേണമെന്നുണ്ട്, വൈഡ് അല്ലാണ്ട് നോർമൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫോണിൽ നമുക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ എവിടെയോ ഫോക്കസ് ആയത്, നമുക്ക് മുഖം ഫോക്കസ് ആയതെല്ലാം നോക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. ഇതിൽ വേണമെന്ന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കാണില്ലേ, കുറേ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് സ്റ്റോറേജ് എത്രയുണ്ട് എന്നെല്ലാം കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം, നമുക്ക് ജസ്റ്റേഴ്സ് സെറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇപ്പോൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയിന്റെ ആക്ഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റേഴ്സ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. കുറെ നമുക്ക് ISO, അപ്പർച്ചർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ, സെറ്റിംഗ്സ്, ബ്രൈറ്റ്നസ് എല്ലാം, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വേണോ, ഇൻബിൽഡ് മൈക്ക് ബാക്കപ്പ്, വയർലെസ് കണക്ഷൻ, നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്യാം, നമുക്ക് ഫോട്ടോസ് എല്ലാം മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ബിറ്റ് റേറ്റ്, ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിറ്റ് റേറ്റ് ഇല്ലേ, ബിറ്റ് റേറ്റ് സ്റ്റാൻഡേർഡിലാണ് ഉണ്ടാവുക. അപ്പം അത് നിങ്ങൾ ഹൈയിലേക്ക് ഇടണം. ബിറ്റ് റേറ്റ് എപ്പോൾ ഹൈ ആയിരിക്കണം, എന്നാലേ നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ നല്ല യൂസർ ഇന്റർഫേസും ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മൊബൈലിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു അടിപൊളി ആക്ഷൻ ക്യാമറയാണ് ഈ ഒരു ബഡ്ജറ്റ്. അതായത് ഇതിന്റെ പ്രൈസ് വരുന്നത് 65,000 ഇതിന്റെ MRP വരുന്നത്. ഇത് എനിക്കൊന്ന് ഇവന് കാർഡ് ഓഫേഴ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 49, 50 കേക്കായിട്ടാണ് സാധനം കിട്ടിയത്. അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഒരു ആക്ഷൻ ക്യാമറ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ ക്യാമറ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. കാരണം ഒരു നല്ല വീഡിയോ, നല്ല ആക്ഷൻ ക്യാമറ ഞാൻ പറഞ്ഞില്ലേ, ഇൻബിൽഡ് സ്റ്റോറേജ് ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ മെമ്മറി കാർഡ് പണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വൈഡ് വ്യൂ, നല്ല വീഡിയോസ്, ഞാൻ പറഞ്ഞില്ലേ നല്ല വലിയ സെൻസർ ആയതുകൊണ്ട് നല്ല ലൈറ്റ് ക്യാപ്ചർ ചെയ്യും. ഇൻബിൽറ്റ് മൈക്ക് ഓട്ടോമാറ്റിക്കായി, DJയുടെ മൈക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവും. പിന്നെ വാട്ടർ പ്രൂഫ് ആണ്, വേരിയബിൾ അപ്പർച്ചർ ഉണ്ട്. നമുക്ക് ഇപ്പൊ നല്ല സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു f4.0 അപ്പർച്ചർ ഇട്ട് നമുക്ക് ISO സെറ്റ് ചെയ്ത് നല്ല ഭയങ്കര വെളിച്ചമുള്ള കണ്ടീഷൻ ആണെങ്കിലും കൂടി നമുക്ക് നല്ലൊരു വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ സെറ്റിംഗ്സ് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മേടിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ അഡ്വഞ്ചർ കോംബോ സാധനം തന്നെ മേടിക്കാൻ നോക്കുക. കാരണം ഇത് നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും പോയിട്ട് നമുക്കൊരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മളിപ്പോ ഒരു ഔട്ട്ഡോർ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പം ഒരു ബാറ്ററി ചാർജ് ചെയ്യേണ്ട ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ വെച്ചാൽ ഇതിൽ ഓൾറെഡി നമുക്ക് ഇത് എടുത്ത് നടക്കാം. ഇതിലിപ്പോൾ ഈ ഒരു ബാറ്ററി കഴിഞ്ഞാൽ ഇത് ഊരി ഇതിൽ നിന്ന് എടുത്ത് ഇതിലിട്ട് നമുക്ക് പിന്നെയും വീഡിയോസ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു സാധനം മണിക്കാൻ നോക്കും. മറ്റേത് മണിച്ച് പൈസ കളയാൻ പാടില്ല. കാരണം പിന്നെ നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കും. കാരണം നിങ്ങൾക്ക് പിന്നെ ഒരു ആക്സറി ആയിട്ട് നമുക്ക് ബാറ്ററി മണിക്കേണ്ടി വരും. ഇതാകുമ്പോൾ വെച്ചാൽ ഈ ഒരു പൈസക്ക് ഇതിന് ഓൾറെഡി ഇൻബിൽഡ് സാധനം വരുന്നുണ്ട്. പിന്നെ ഗൈസ്, ഇതെന്റെ ഫ്രണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് നല്ലൊരു യൂസ്ഫുൾ സാധനം. കാരണം നമുക്ക് ഈ ഒരു ബോക്സിൽ മാത്രമേ സാധനം വരുന്നില്ല. നമുക്ക് ഇത് എവിടെയും കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ബോക്സ്, ഇതിൽ നമുക്ക് ഓരോ സാധനങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പം നിങ്ങളൊരു ഈ ഒരു കോംബോ മണിക്കുന്നതാണെങ്കിൽ ഇതും കൂടി മണിക്കാൻ നോക്കുക. കാരണം നമുക്ക് റോഡ് ഇവിടെ വെക്കാം, ആക്ഷൻ ക്യാമറ ഇവിടെ വെക്കാം, ബാറ്ററി പാക്ക് ഇവിടെ വെക്കാം, ചാർജിങ് കേബിൾ ഇവിടെ വെക്കാം. അപ്പം എല്ലാ കാര്യങ്ങളും വെക്കേണ്ട നല്ല സ്ഥലം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എക്സ്ട്രാ മാക്രോ ലെൻസ് നിങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെക്കേണ്ട പ്ലേസ് ഉണ്ട്, ഇവിടെ വെക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ്ട്രാ ആക്സറീസ് വെക്കാം. അപ്പോൾ നല്ലൊരു ക്യൂട്ട് ബോക്സ് ഇത് വെക്കാനുള്ളത്. കാരണം നമുക്കിത് കഴുത്തിലിട്ട് നോക്കിയിട്ട് നടക്കാം. അപ്പോൾ ഇതും കൂടി മേടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ നിന്ന് കിട്ടിയ സ്റ്റിക്കറാട്ടെ ഞാൻ ഒട്ടിച്ചതാണ്. നല്ല രസമല്ലേ? അപ്പം ഈ ഒരു ഗാഡ്ജറ്റ് നല്ലൊരു യൂസ്ഫുൾ ഗാഡ്ജറ്റ് ആയിട്ട് തോന്നി. കാരണം ഇത്രയും പൈസ കൊടുത്ത് ഒരു സാധനം മേടിക്കാൻ നമുക്കൊരു കേസും കൂടി വേണ്ട, അല്ലാണ്ട് കയ്യിൽ പിടിച്ച് കിടക്കാനില്ലല്ലോ. ഈ ഒരു സാധനത്തിലാണ് ആക്ഷൻ ക്യാമറ വരുന്നത്. അപ്പൊ ഇതും കൂടി നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ ഇതിന്റെ ബോക്സ് കിട്ടും. അപ്പം ഇതും കൂടി എല്ലാവരും മേടിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ എല്ലാവരും ഈ സാധനം ട്രൈ ആക്കുക. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഞാൻ പറഞ്ഞ യൂണിവേഴ്സൽ കാര്യം എന്ന് പറഞ്ഞത്. ഇതിന്റെ താഴ്ത്തണ്ടില്ലേ, ഇതിപ്പം ഇങ്ങനെ മാഗ്നറ്റിക്കലി ഇത് കണക്ട് ആയി നമുക്ക് ഊരണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് ഊരുക. ഇത് നമുക്ക് പണ്ട് വെച്ചാൽ ഈ ഒറ്റ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇടാൻ പറ്റൂല. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ തിരിച്ചിട്ടും നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, എങ്ങനെ ഇടാം. പിന്നെ അതിനുശേഷം ഈ പറയുന്ന സ്ക്രൂ, ഇതാണ് നമ്മുടെ സ്റ്റിക്കിലേക്ക് ഈ സാധനം കയറ്റി അതിന് ശേഷം നമ്മൾ സ്ക്രൂ ഇതിലിട്ട്
വേണമെങ്കിൽ വീഡിയോസ് സെൽഫി ബ്ലോഗും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ചടക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റിക്കല് ഈ അഡ്വഞ്ചർ കോമ്പോയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് നല്ല ഹലോ ഗൈസ് എന്നെല്ലാം പറ്റും നമുക്ക് വീഡിയോ എടുക്കാം. നമുക്ക് നമ്മുടെ വീഡിയോ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതായാലും നമുക്ക് മുമ്പിൽ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് മുമ്പിലെ സ്ക്രീൻ ടച്ച് ആണ് കേട്ടോ. നമുക്ക് മുമ്പൊന്നും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ബ്ലോഗും കാര്യങ്ങളെല്ലാം എടുക്കാം. അപ്പോൾ ഗൈസ് അത്രയാണ് ഈ ഒരു ആക്ഷൻ ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. നല്ലൊരു ആക്ഷൻ ക്യാമറ. ഞാൻ ഇതിനു മുമ്പ് ഗോപ്രോ എല്ലാം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഔട്ട്പുട്ട് ആണ് ഇതിൽ കിട്ടുക. കാരണം ഞാൻ പറഞ്ഞില്ല ആ സെൻസറിന്റെ ലെങ്ത് കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാകാൻ പറ്റും എത്ര ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ആക്ഷൻ ക്യാമറ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിന് നിങ്ങളൊരു ആക്ഷൻ ക്യാമറ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ആക്ഷൻ ക്യാമറയാണ്. ബൈക്ക് റൈഡേഴ്സ് അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുന്നവർ അല്ലെങ്കിൽ റീൽസ് എടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 55K ബഡ്ജറ്റിൽ നിങ്ങൾ ഒരു ആക്ഷൻ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണു മൂട്ടിയ സാധനം എടുത്തോ. കാരണം ഫീച്ചർ റിച്ച് ആണ്, എന്താ കൊണ്ടും അടിപൊളി ഒരു സാധനം. അപ്പം ഇത്രയും പറയാനുള്ളൂ ഗൈസ്. ഇതിന്റെ എന്തായാലും വീഡിയോ ഔട്ട് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി എന്തായാലും ഇന്ന് പോയി നമ്മളെല്ലാവരും കൂടി പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പം വീഡിയോ ഔട്ട് എടുത്ത് ഈ വീഡിയോന്റെ എൻഡിൽ ഇടുന്നതായിരിക്കും. അപ്പം എന്തായാലും കാണാം ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ നമ്മള് ജയനഗർ വന്നിട്ടുള്ള ഈ വീഡിയോന്റെ ക്ലാരിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വന്നിട്ടുണ്ട്. ക്യാമറേന്റെ ഓണറും ഉണ്ട്. അപ്പം ഇനി എടുക്കാൻ വന്ന ഫൂട്ടേജുകൾ ഈ DJ Osmo Action 6 എടുക്കുന്ന വീഡിയോസ് ആയിരിക്കും.